നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ ആയിരപ്രയിൽ. പ്രധാന വാർത്തകൾ. കുട്ടനാട്ടിലെ ഒന്നാം ഗ്രൂപ്പ് കള്ളുഷാപ്പുകൾ അടിയന്തരമായി തുറന്നു പ്രവർത്തിക്കാത്ത പക്ഷം ശക്തമായ സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് CITU ജില്ലാ കോർഡിനേഷൻ കൺവീനർ M. സുരേന്ദ്രൻ. കുട്ടനാടിന്റെ സാമൂഹിക സാംസ്കാരിക വികസന മണ്ഡലങ്ങളിൽ അക്ഷീണം പ്രയത്നിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ വള്ളംകളി പവലിയൻ വിഭാഗത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് പ്രതിഷേധാർഹമെന്ന് K. ഗോപകുമാർ. പരാധീനതകളുടെ നടുവിൽ ഒരു ആതുരാലയം. കാവാലം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് DYFI നേതൃത്വത്തിൽ മാർച്ചും ധർണയും. വാർത്തകൾ വിശദമായി. കുട്ടനാട് റേഞ്ചിലെ ഒന്നാം ഗ്രൂപ്പ് കള്ളുഷാപ്പുകൾ നാളിതുവരെയും തുറന്നു പ്രവർത്തിപ്പിക്കാൻ ലൈസൻസി തയ്യാറായിട്ടില്ല. 3 മാസം പിന്നിട്ടിട്ടും ഈ ഷാപ്പുകൾ തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഉദ്യോഗസ്ഥരും നിഷേധാത്മക സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും CITU ജില്ലാ കോർഡിനേഷൻ കൺവീനർ M. സുരേന്ദ്രൻ. കേരളത്തിൽ മറ്റൊരിടത്തും ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷമില്ല. ഈ ഷാപ്പുകൾ ലേലത്തിൽ പോകുകയും ലേലം കൊണ്ട വ്യക്തി ഷാപ്പുകൾ പ്രവർത്തിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ലേലത്തിൽ ഷാപ്പുകൾ പോകാതിരുന്നിരുന്നെങ്കിൽ ഗവൺമെന്റ് അംഗീകാരത്തോടെ ഡിപ്പാർട്ട്മെന്റ് മാനേജ്മെന്റ് എന്ന നിലയിൽ തൊഴിലാളികൾ മുൻകൈയെടുത്ത് ഷാപ്പ് നടത്തുവാനുള്ള സംവിധാനം ഉണ്ടാക്കുവാൻ കഴിഞ്ഞേനെ. കേരളത്തിൽ ഈ നിലയിൽ 1000-ലധികം ഷാപ്പുകൾ പ്രവർത്തിക്കുന്നുമുണ്ട്. എന്നാൽ ഇവിടെ ഷാപ്പുകൾ ലേലം കൊണ്ടതിനാൽ ഡിപ്പാർട്ട്മെന്റ് മാനേജ്മെന്റ് എന്ന നിലയിലും പ്രവർത്തനം അസാധ്യമായിരിക്കുകയാണെന്നും M. സുരേന്ദ്രൻ പറഞ്ഞു. പ്രവർത്തിക്കാത്ത ഷാപ്പുകൾ പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെടുവാനും അല്ലാത്തപക്ഷം ലേലം കൊണ്ടയാളെ ഒഴിവാക്കുവാനും നിയമം അനുശാസിക്കുന്നുണ്ട്. എന്നാൽ കുട്ടനാട്ടിലെ എക്സൈസ് ഉദ്യോഗസ്ഥർ അതിനാവശ്യമായ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇത് ശക്തമായ പ്രക്ഷോഭ നടപടികളിലേക്ക് നീങ്ങാൻ തൊഴിലാളികളെ നിർബന്ധിതരാക്കും. അത്തരത്തിലൊരു സാഹചര്യമുണ്ടായാൽ അതേ തുടർന്നുണ്ടാകുന്ന വിഷയങ്ങൾക്ക് തൊഴിലാളികളോ സംഘടനയോ ആയിരിക്കില്ല ഉത്തരവാദി, മറിച്ച് കുട്ടനാട്ടിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറും ഉദ്യോഗസ്ഥരും മാത്രമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CITU കുട്ടനാട് താലൂക്ക് ചെത്ത് മദ്യവ്യവസായ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ എക്സൈസ് സർക്കിൾ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അതിലെ ഉദ്യോഗസ്ഥന്മാരും നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് ഇവിടെ സഖാവ് പ്രസന്നൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കേരളത്തിൽ മറ്റൊരിടത്തും ഇതുപോലുള്ള ഒരു സുവിശേഷമില്ല. ചില റേഞ്ചുകളിൽ കള്ളുഷാപ്പുകൾ പിടിച്ചിട്ടില്ല, ലേലത്തിൽ പോയിട്ടില്ല. അങ്ങനെ ലേലത്തിൽ പോകാതിരിക്കുന്ന ഷാപ്പുകൾ ഗവൺമെന്റിന്റെ തന്നെ അംഗീകാരത്തോടു കൂടി ഡിപ്പാർട്ട്മെന്റ് മാനേജ്മെന്റ് എന്ന വ്യവസ്ഥയിൽ തൊഴിലാളികൾക്ക് തന്നെ ഒരു നിശ്ചിതമായ തുകയ്ക്ക് ആ ഷാപ്പുകൾ നടത്താനുള്ള അനുവാദം കൊടുക്കും. മങ്കൊമ്പ് ചെത്തുതൊഴിലാളി ഓഫീസിന് മുന്നിൽ നിന്നും മാർച്ച് ആരംഭിച്ചു. KK അശോകൻ, K. പ്രകാശൻ, VM മോഹനൻ, AT സോമനാഥ്, KR പ്രസന്നൻ എന്നിവർ സംസാരിച്ചു. മൂലം ജലോത്സവത്തിന്റെ സമ്മാനദാന ചടങ്ങ് മടത്തിൽ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് മാറ്റിയപ്പോഴും മത്സരാരംഭം മാപ്പിളശ്ശേരി കടവിൽ നിന്ന് മാറ്റിയപ്പോഴും പ്രതികരിക്കാൻ ഒരു പൈതൃക കർമ്മസമിതിയെയും കണ്ടില്ലെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ഗോപകുമാർ. 400-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ള മൂലം വള്ളംകളിക്ക് ഇതേവരെ ഒരു സ്ഥിരം പവലിയൻ നിർമ്മിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഭാരവാഹികളും വള്ളംകളി പ്രേമികളും MPയോട് പരാതിപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് സ്വന്തം ഫണ്ടിൽ നിന്നും AK ആന്റണി, വയലാർ രവി, ചാൾസ് ഡയസ് എന്നിവരുടെ ഫണ്ടുകളിൽ നിന്നുമായി 90 ലക്ഷം രൂപ വകയിരുത്തിയത്. താൽക്കാലിക പവലിയനും ഫിനിഷിംഗ് പോയിന്റും RDOയും തഹസിൽദാരും നേതൃത്വം നൽകുന്ന സംഘാടക സമിതി പൊതുസമൂഹത്തോടും എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദഗ്ധരോടും അഭിപ്രായം തേടിയിട്ടാണ് സ്ഥിരം പവലിയന്റെ സ്ഥാനം നിശ്ചയിച്ചത്. MPക്ക് അന്നും ഇന്നും ഇക്കാര്യത്തിൽ അഭിപ്രായമോ പിടിവാശിയോ ഇല്ല. ഇപ്പോൾ നടക്കുന്ന ഈ വിവാദങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ്. കുട്ടനാടിന്റെ സാമൂഹിക സാംസ്കാരിക വികസന കാര്യങ്ങളിൽ അക്ഷീണം യത്നിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ ഈ വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മങ്കൊമ്പ് സ്റ്റുഡിയോയിൽ KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു K. ഗോപകുമാർ. മൂലം വള്ളംകളിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് തടസ്സമുണ്ടായെങ്കിലും പിന്നീട് അത് നടത്തുന്നതിന് സാഹചര്യമൊരുക്കുവാൻ സഹകരിച്ച എല്ലാവരോടും ആദ്യമേ നന്ദി രേഖപ്പെടുത്തുകയാണ്. മൂലം വള്ളംകളിയുടെ സ്ഥിരം പവലിയനുമായി ബന്ധപ്പെട്ട് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MPയെ വിവാദത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് ഇന്നലെ BJPയുടെ നിയോജകമണ്ഡലം നേതൃത്വത്തിൻ്റെ ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടു. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. 400-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ള
ഈ വള്ളംകളിക്ക് ഇതുവരെ ഒരു സ്ഥിരം പവലിയൻ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് സംഘാടക സമിതിയുടെ ഭാരവാഹികളും അതുപോലെ വള്ളംകളി പ്രേമികളുമൊക്കെ നിരന്തരമായി ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനോട് പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ശ്രീ AK ആന്റണിയെയും ശ്രീ വയലാർ രവിയെയും ശ്രീ ചാൾസ് ഡയസിനെയും ഒക്കെ ബന്ധപ്പെട്ട് സ്വന്തം ഫണ്ടിൽ നിന്നുകൂടി പണം സ്വരൂപിച്ച് 90 ലക്ഷം രൂപ ഇതിനുവേണ്ടി വകയിരുത്തിയത്. പക്ഷേ ചമ്പക്കുളത്താറിന് കുറുകെ പുതിയ പാലം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ സാങ്കേതികമായ തടസ്സം മൂലം ഫിനിഷിംഗ് പോയിന്റും താൽക്കാലിക പവലിയൻ്റെയും സ്ഥാനം മാറ്റേണ്ടി വന്നു. കഴിഞ്ഞ 2 വർഷമായി ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥാനത്ത് തന്നെയാണ് ഫിനിഷിംഗ് പോയിന്റും താൽക്കാലിക പവലിയനും ഉള്ളത്. ഈ സ്ഥിരം പവലിയൻ്റെ സ്ഥാനം നിർണയിച്ചത് RDOയും തഹസീൽദാരും നേതൃത്വം നൽകുന്ന ഈ സംഘാടക സമിതി പൊതുസമൂഹത്തോടും എഞ്ചിനീയർമാരുൾപ്പെടെയുള്ള സാങ്കേതിക വിദഗ്ധരോടും അഭിപ്രായം തേടിയതിന് ശേഷമാണ് അതിൻ്റെ സ്ഥാനം നിർണയിച്ചത്. ഇതിൽ കൊടിക്കുന്നിൽ സുരേഷ് MPക്ക് യാതൊരു പങ്കുമില്ല. പണ്ട് സമ്മാനദാനം നിർവഹിക്കപ്പെട്ടിരുന്നത് മഠത്തിൽ ക്ഷേത്രാങ്കണത്തിൽ വെച്ചായിരുന്നു. അതുപോലെ തന്നെ വള്ളംകളി ആരംഭിച്ചിരുന്നത് മാപ്പിളശ്ശേരി കടവിൽ നിന്നായിരുന്നു. ഇത് രണ്ടും മാറിയപ്പോഴൊന്നും പ്രതികരിക്കുവാൻ ഒരു പൈതൃക വേദിയെയും നാം കണ്ടിട്ടില്ല. അതുപോലെ തന്നെ സൊസൈറ്റി കടവിനും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഈ ഹരിശ്രീ കടവിനുമൊക്കെ മൂലം വള്ളംകളിയുടെ ആചാരാനുഷ്ഠാനങ്ങളുമായി പുലബന്ധം പോലുമില്ല എന്നുള്ളതല്ലേ സത്യം. ഈ സ്ഥിരം പവലിയൻ്റെ സ്ഥാനം നിർണയിച്ചത് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പകരുന്നത് അങ്ങേയറ്റം തെറ്റാണ്. ഇത് ഹൈന്ദവ സമൂഹം തിരിച്ചറിയണം. അത് ഞാൻ പറയാൻ കാരണം BJPയുടെയും RSSന്റെയും ഒക്കെ പിന്തുണയോടുകൂടിയാണ് പൈതൃകവേദി ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ഇത് ഹൈന്ദവ സമൂഹം തിരിച്ചറിയണം. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MPയെ അനാവശ്യമായി ഇങ്ങനെ വിവാദത്തിലേക്ക് വലിച്ചിഴക്കുന്നതിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ള ശക്തമായ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. DYFI കാവാലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാവാലം PH സെന്ററിലേക്ക് മാർച്ചും ധർണയും നടത്തി. പകർച്ചവ്യാധികൾ തടയുന്നതിന് സർക്കാർ അടിയന്തരമായി ഇടപെടുക, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററായി ഉയർത്തുക, കാവാലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുടെ സേവനം മുഴുവൻ ദിവസവും 24 മണിക്കൂറും ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് PH സെന്ററിലേക്ക് DYFI മാർച്ച് സംഘടിപ്പിച്ചത്. കാവാലം തട്ടാശ്ശേരിയിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. CPIM ഏരിയ കമ്മിറ്റി അംഗം PV രാമഭദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വലിയ ദുരിതത്തിന് അടിയന്തര പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സമരത്തിന്റെ തുടക്കമാണ് ഇന്നിവിടെ നടക്കുന്നത്. കാവാലം ഗവൺമെന്റ് ആശുപത്രിയിൽ കുറെ നാളുകളായി ഡോക്ടറില്ല. ഇവിടെ നിലവിലുണ്ടായിരുന്ന ഡോക്ടർ പ്രസവാവധി എടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു ഡോക്ടർ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നത്. മഴക്കാലം കൂടുതൽ ശക്തമായതോടുകൂടി കുട്ടനാട്ടിൽ മഴക്കാലപൂർവ്വ രോഗങ്ങളെ സംബന്ധിച്ച് വലിയ ബോധവൽക്കരണമൊക്കെ ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിമാരും ജനപ്രതിനിധികളുമൊക്കെ ആരോഗ്യ പരിരക്ഷയെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുന്നുണ്ട്. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും പനി പിടിച്ച് കിടപ്പായിട്ട് ആഴ്ചകളായി. വ്യാപകമായി പനി പടരുമ്പോഴും അതിനൊരു പ്രാഥമിക ശുശ്രൂഷ ലഭിക്കാൻ ഓടിയെത്തേണ്ട കാവാലം PHCയുടെ അനുഭവം വളരെ പരിതാപകരമാണ് എന്ന് പറയാതിരിക്കാൻ മതി. ആരോഗ്യരംഗത്ത് ലോക നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുള്ള കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഒരു ആശുപത്രിയുടെ ഈ ഒരു അവസ്ഥ നാട്ടിലെ ജനങ്ങൾക്ക് എങ്ങനെ അംഗീകരിക്കാൻ നോക്കുന്നത്? ഈ രാജ്യത്ത് ഉത്തരവാദിത്വമുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുമോ? സോബിൻ ജോസഫ് അധ്യക്ഷനായി. PJ ജോഷി, AS സജിത്ത്, KC സാബു, ശോഭന ഉദയകുമാർ, ഷാജി മുകുന്ദദാസ്, തുളസി അശോകൻ എന്നിവർ സംസാരിച്ചു. മൂലം കാഴ്ചയ്ക്ക് കുട്ടനാട് ഒരുങ്ങി. അനിശ്ചിതത്വം ഒഴിഞ്ഞതോടെ ആവേശ തിമിർപ്പിലാണ് ക്ലബ്ബുകളും ജലോത്സവ പ്രേമികളും. എന്നാൽ ആദ്യമുണ്ടായ ആശങ്ക നിമിത്തം പല പ്രമുഖ ടീമുകളും മത്സരത്തിൽ നിന്നും പിന്മാറിയെന്നാണ് പ്രാഥമിക നിഗമനം. ബോട്ട് ക്ലബ്ബ് അസോസിയേഷനും മൂലം ജലോത്സവ പൈതൃക കർമ്മസമിതിയും തമ്മിലുണ്ടായ ഫിനിഷിംഗ് പോയിന്റ് തർക്കത്തെ തുടർന്ന് മത്സര വള്ളംകളി മാറ്റാൻ ജില്ലാ ഭരണകൂടം നിർബന്ധിതമായത്. തർക്കത്തെ തുടർന്ന് സംഘർഷമുണ്ടാകുമെന്ന പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് മത്സര വള്ളംകളി ഒഴിവാക്കി ആലപ്പുഴ ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിരുന്നു. BJPയും RSSും മൂലം ജലോത്സവ പൈതൃക കർമ്മസമിതി എന്ന പേരിൽ സംഘടിച്ച് ബോട്ട് ക്ലബ്ബ് അസോസിയേഷനും കൊടിക്കുന്നിൽ സുരേഷ് MPയും ചേർന്ന് ചമ്പക്കുളം മൂലം ജലോത്സവത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു.
ഇതിനുദാഹരണമായി പൈതൃകവേദി ഉയർത്തിക്കാട്ടുന്ന സ്ഥിരം പവലിയൻ നിർമ്മിക്കുന്നതിനായി ചെക്കാലക്കടവിൽ സ്ഥാപിച്ച ശിലാഫലകം തന്നെയാണെന്നത് മറ്റൊരു വസ്തുത. തന്റെ മണ്ഡലത്തിലെ ഒരു വികസന പ്രവർത്തനത്തിന് ഫണ്ട് അനുവദിക്കാനോ അനുവദിപ്പിക്കുവാനോ മാത്രമേ കഴിയൂ എന്ന നിലപാടിലാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി. അതേസമയം ബോട്ട് ക്ലബ്ബ് അസോസിയേഷനും കുട്ടനാട് തഹസിൽദാറും ജില്ലാ കളക്ടറും പൈതൃകവേദിയുമായി പലതവണ അനുരഞ്ജന ചർച്ചകൾ നടത്തിയപ്പോഴും മാവേലിക്കര എംപിയുടെ സാന്നിധ്യം ഇല്ലാഞ്ഞത് പ്രത്യേകം ശ്രദ്ധേയമായി. മത്സര വള്ളംകളി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലാ കളക്ടർ എൻ പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരം കുട്ടനാട് താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്ന വള്ളംകളിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും റേസ് കമ്മിറ്റിയുടെയും സംയുക്ത യോഗത്തിലും ജലോത്സവം പൂർവാധികം ഭംഗിയോടെ നടത്തുവാൻ തീരുമാനിച്ചു. ഈ സാഹചര്യത്തിലും എംപിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ജൂലൈ 11 പകൽ 2 നടക്കുന്ന മൂലം ജലോത്സവം കേരള ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എം. മാണി ഉദ്ഘാടനം ചെയ്യുകയും കുട്ടനാട് എം.എൽ.എ. തോമസ് ചാണ്ടി അധ്യക്ഷനാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കളിയിലും അണിയറയിലും വിജയിച്ചവർക്ക് സമ്മാനം നൽകുന്നതിൽ ഒതുങ്ങിയിരിക്കുകയാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി. പത്രപ്രവർത്തക യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിക്ടർ ജോർജ് രക്തസാക്ഷിത്വ ദിനാചരണ സെമിനാർ സംഘടിപ്പിച്ചു. ആലപ്പുഴ പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന പരിപാടി മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ജസ്റ്റിസ് ആർ നടരാജൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഞാൻ മനുഷ്യാവകാശ കമ്മീഷൻ ആയതിനു ശേഷം എന്റെ അനുഭവം ആലപ്പുഴയിലെ പത്രക്കാരെല്ലാം തന്നെ വളരെയധികം സപ്പോർട്ടാണ് കമ്മീഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. കമ്മീഷന്റെ സിറ്റിംഗിൽ മിക്കവാറും ഒക്കെ ഇവിടുത്തെ റിപ്പോർട്ടേഴ്സ് എത്താറുണ്ട്. ഇവിടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ വരുന്നുണ്ട്. ശ്രീമതി ധന്യ, അങ്ങനെ കുറെ പേരെ കൂടെ വരുന്നുണ്ട്. അവർ നല്ലപോലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും നല്ല പ്രോത്സാഹനമാണ്. കമ്മീഷന് ജനങ്ങളിൽ ആ വാർത്തകൾ എത്തിക്കുന്നതിന് വളരെ സഹായകരമാണ് അത്രയും റിപ്പോർട്ടിംഗ്. നിങ്ങളെല്ലാം വളരെ പരിചയസമ്പന്നരായ പത്രപ്രവർത്തകരാണ്. അതുകൊണ്ട് മാധ്യമ മൂല്യങ്ങളെപ്പറ്റിയും മറ്റും വിശദമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു കിടക്കേണ്ട കാര്യമില്ല. എങ്കിലും ഇപ്പോൾ നമ്മുടെ മാധ്യമ അല്ലെ മീഡിയ, ന്യൂസ് മീഡിയയെ അറിയപ്പെടുന്നത് ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പേര് ഞാനൊന്ന് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇത് ബ്രിട്ടീഷ് പാർലമെന്റിൽ കോമൺ ഹൌസിൽ 1787 അയർലൻഡുകാരനായ എഡ്മൻ ബ്രൂക്ക് എന്ന് പറയുന്ന ഒരു ആളാണ് ഇവക്ക് ആദ്യമായിട്ട് പ്രയോഗിച്ചത് ഫോർത്ത് എസ്റ്റേറ്റ്. അതിന്റെ അർത്ഥം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ജേർണലിസ്റ്റ് പ്രൊഫഷൻ, ന്യൂസ് മീഡിയ എന്നൊക്കെ. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജാക്സൺ ആറാട്ടുകളം അധ്യക്ഷനായി. മലയാള മനോരമ അസോസിയേറ്റ് എഡിറ്റർ പോൾ മണലിൽ, ഡി ദിലീപ്, കെ.ജി. മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:45 എന്ന സർക്കാർ ഉത്തരവ് എയ്ഡഡ് മേഖലയെ തകർത്ത് സ്വാശ്രയ മേഖലയെ സംരക്ഷിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ കടുംപിടുത്തമാണ് നടക്കുന്നതെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. എയ്ഡഡ് സ്കൂളുകളിലെ 2014-15 വർഷത്തെ സ്റ്റാഫ് ഫിക്സേഷനും അധ്യാപകരുടെ പുനർവിന്യാസവും സംബന്ധിച്ചുള്ള സംസ്ഥാന സർക്കാരിന്റെ പുതിയ ഉത്തരവിൽ 2014-15 വർഷം 1:45 എന്ന അധ്യാപക വിദ്യാർത്ഥി അനുപാതപ്രകാരം സ്റ്റാഫ് ഫിക്സേഷൻ നടത്തുമെന്നും അധികം വരുന്ന അധ്യാപകരെ 1:30 എന്ന അനുപാതത്തിൽ LP-യിലും 1:35 എന്ന അനുപാതത്തിൽ UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലും നിലനിർത്തണമെന്നും അതിനുശേഷവും അധികം വരുന്ന അധ്യാപകരെ അധ്യാപക ബാങ്കിലേക്ക് പൂൾ ചെയ്യണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം 1:45 എന്ന അനുപാതം ഇപ്പോഴും മാറ്റമില്ലാതെ സംസ്ഥാനത്ത് തുടരുന്നു എന്നതാണ്. കൂടാതെ 2014-15 സ്റ്റാഫ് ഫിക്സേഷൻ നടത്തുമ്പോൾ അധികം വരുന്ന അധ്യാപകരെ അധ്യാപക ബാങ്കിലേക്ക് പൂൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലാതെ അധ്യാപക ബാങ്കിന്റെ ഘടനയും പ്രവർത്തനവും സംബന്ധിച്ച് യാതൊരു മാർഗരേഖയും ഉത്തരവിൽ പ്രതിപാദിച്ചിട്ടില്ല. തന്മൂലം അധ്യാപക ബാങ്കിലേക്ക് പൂൾ ചെയ്യപ്പെടുന്ന അധ്യാപകരുടെ ജോലി സ്ഥിരതയും അവ്യക്തമാണെന്ന് സുകുമാരൻ നായർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പുതിയ ഉത്തരവ് പ്രകാരം സ്റ്റാഫ് ഫിക്സേഷന് വേണ്ടി 1:45 എന്ന അനുപാതം സംസ്ഥാനത്ത് ഇപ്പോഴും നിലനിർത്തുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് തന്നെ വിരുദ്ധമാണ്. പ്രസ്തുത നിയമത്തിന് അനുസൃതമായി 1:35 എന്ന ക്രമത്തിൽ അധ്യാപക വിദ്യാർത്ഥി അനുപാതം നിശ്ചയിക്കേണ്ട നിയമപരമായ ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്. നിലവിലുള്ള 1:45 എന്ന അധ്യാപക വിദ്യാർത്ഥി അനുപാതത്തിന് പകരം കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിൽ 1:30 എന്നും 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ 1:35 എന്നും അനുപാതവും പുതുക്കി നിശ്ചയിക്കുകയും 1:30, 1:35 എന്ന ക്രമത്തിൽ 2014-15 സ്റ്റാഫ് ഫിക്സേഷൻ നടത്തിയതിനു ശേഷം അധികം വരുന്നതും നിലവിൽ ജോലി ചെയ്യുന്നതുമായ എല്ലാ എയ്ഡഡ് സ്കൂൾ സ്റ്റാഫ് അംഗങ്ങളുടെയും ജോലി സ്ഥിരത ഉറപ്പുവരുത്തുകയുമാണ് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന അസ്വസ്ഥതയും അവ്യക്തതയും പരിഹരിക്കുന്നതിന് ഗവൺമെന്റ് ചെയ്യേണ്ടതെന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു. KCV ന്യൂസ് ചങ്ങനാശ്ശേരി. മുൻ കുട്ടനാട് MLA തോമസ് ജോണിന്റെ 33ാം ചരമവാർഷികവും അനുസ്മരണ യോഗവും സംഘടിപ്പിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ 10 പുളുങ്ങുന്ന റോഡ് മുക്കിലെ തോമസ് ജോൺ സ്മാരകത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ യോഗവും നടക്കുമെന്ന് അനുസ്മരണ സമിതി ചെയർമാൻ അറിയിച്ചു.
പുഞ്ചകൃഷി ചെയ്ത കർഷകർക്കെല്ലാം സംഭരണ വില 19 രൂപയായി ഏകീകരിച്ചു നൽകണമെന്ന് തോമസ് ചാണ്ടി MLA മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. കുട്ടനാട്ടിൽ പ്രധാനമായും പുഞ്ചകൃഷിയും രണ്ടാം കൃഷിയുമാണ് നിലവിലുള്ളത്. ഈ വർഷത്തെ പുഞ്ചകൃഷിയുടെ നെല്ല് സംഭരിക്കുന്ന സമയത്താണ് 18 രൂപയിൽ നിന്ന് 19 രൂപയായി നെല്ലിന്റെ സംഭരണ വില ഉയർത്തിയത്. ഈ ഉത്തരവ് പ്രകാരം മാർച്ച് 3 ശേഷം PRS എഴുതിയ കർഷകർക്ക് മാത്രമേ കിലോഗ്രാമിന് 19 രൂപ സംഭരണ വിലയായി ലഭിക്കുകയുള്ളൂ. ഇത് പുഞ്ചകൃഷി ഇറക്കിയ ഭൂരിഭാഗം കർഷകരോടും കാണിക്കുന്ന അവഗണനയാണ്. ഉപ്പുവെള്ള ഭീഷണിയെ അതിജീവിച്ച് കർഷക ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം കാർഷിക കലണ്ടർ അനുസരിച്ച് കൃഷി ഇറക്കിയ കർഷകർക്കാണ് ഈ ഗതികേടുണ്ടായതെന്നും തോമസ് ചാണ്ടി MLA ചൂണ്ടിക്കാട്ടി. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി നെല്ലുവില ഏകീകരിക്കുന്നതിന് നിയമസഭയിൽ വിഷയം അവതരിപ്പിച്ചപ്പോൾ വില വർദ്ധിപ്പിച്ച് നൽകാനാവില്ലെന്ന നിലപാടാണ് സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബ് സ്വീകരിച്ചത്. തുടർന്നാണ് MLA മുഖ്യമന്ത്രിയോട് സഹായം അഭ്യർത്ഥിച്ചത്. നെല്ലിന്റെ കുടിശ്ശിക ഈ മാസം 15-നുള്ളിൽ നൽകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിട്ടുണ്ടെന്നും കുട്ടനാട് MLA തോമസ് ചാണ്ടി പറഞ്ഞു. അടച്ചുപൂട്ടിയ ബാറുകളിലെ തൊഴിലാളികൾക്ക് തൊഴിൽ സുരക്ഷിതത്വം ആവശ്യപ്പെട്ട് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് മസ്ദൂർ സംഘ് BMS നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്കൽ ധർണ സംഘടിപ്പിച്ചു. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് P. ശശിധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഷോപ്പ് തൊഴിലാളികളുടെയും ബാർ ഹോട്ടൽ തൊഴിലാളികളുടെയും പ്രധാനപ്പെട്ട 8 ആവശ്യങ്ങൾ അംഗീകരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി ഈ ജൂലൈ 4 മുതൽ 10 വരെയുള്ള തീയതികളിൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഈ തരത്തിലുള്ള മാർച്ചുകളും ധർണയും മറ്റ് പ്രക്ഷോഭ സമരവും നടത്താൻ ഇതിന്റെ ഫെഡറേഷൻ ആഹ്വാനം ചെയ്തു. ഷോപ്പ് ഹോട്ടൽ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. പകരം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉപജീവനത്തിന് ആവശ്യമായ വരുമാനമോ ഒരു മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകളോ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. രാവിലെ ആരംഭിക്കുന്ന ജോലി രാത്രി വരെ നീണ്ടു നിൽക്കുന്ന തരത്തിൽ 12, 14 ചിലപ്പോൾ 16 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ജോലികളാണ് പലപ്പോഴും ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് ഇപ്പോൾ ചെയ്തു തീർക്കേണ്ടത്. അതിനൊരു ക്രമീകരണം ഉണ്ടാക്കണം. 8 മണിക്കൂറായി ഈ രംഗത്തെ ജോലി നിജപ്പെടുത്തണമെന്ന് ഒരു പ്രധാന ആവശ്യം നമ്മൾ ഉന്നയിക്കുന്നു. ഇത് നാടും നഗരമൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കച്ചവട മേഖലകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിരാവിലെ ഷോപ്പുകൾ പ്രവർത്തിക്കണം. അത് രാത്രി അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കണമെന്ന് BMS ജില്ലാ സെക്രട്ടറി B. രാജശേഖരൻ അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി UR ശശി, K. പ്രദീപ്, തത്തമ്പള്ളി ശ്രീകുമാർ, അനിയൻ സ്വാമിച്ചിറ, K. അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. അടിയന്തരമായി സാമ്പത്തിക സഹായം നൽകുക, ഷോപ്പ് തൊഴിലാളികളുടെ ശമ്പളം പുതുക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ന്യൂഡൽഹി ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമി നാഷണൽ ഫെലോഷിപ്പ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. ഡോക്ടർ BR അംബേദ്കർ, ശ്രീ ബുദ്ധ, മഹാത്മാ ജ്യോതി റാവു ഫുലെ, സാവിത്രിഭായ് ഫുലെ എന്നീ നാമധേയത്തിലുള്ള അവാർഡുകൾക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. വിശദവിവരങ്ങൾക്ക് 95 67 97 91 08 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇടവേള. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്.
അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജ്വല്ലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ഇറാഖിലെ കലാപഭൂമിയിൽ കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ ഇന്ത്യക്കാരെയും ഉടൻ നാട്ടിലെത്തിക്കുന്നതിനും മലയാളി നഴ്സുമാരുടെ പുനരധിവാസം സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അടിയന്തരമായി ഇടപെടണമെന്നും കത്തോലിക്ക കോൺഗ്രസ് കുട്ടനാട് മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഫാദർ തോമസ് ബീലിയാനിക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ഔസേപ്പച്ചൻ ചെറുകാട് അധ്യക്ഷനായി. കാലവർഷം കൈവിടുന്നു, മുൻകരുതൽ വേണമെന്ന് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മഴ പകുതിയായി കുറഞ്ഞത് നെൽകൃഷിയെ ദോഷകരമായി ബാധിക്കുമെന്ന് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തുലാവർഷത്തെ തുടർന്ന് ലഭിക്കേണ്ട മഴയും കുറഞ്ഞതിനാൽ പുഞ്ചകൃഷി നേരത്തെയാക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പുണ്ട്. മുൻവർഷങ്ങളിൽ ലഭിച്ച മഴയുടെ തോത് നെൽകൃഷിയെ ഏതെല്ലാം വിധത്തിൽ സ്വാധീനിച്ചു എന്നത് സംബന്ധിച്ച് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ എസ് ലീനാകുമാരി നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തലുകൾ. കഴിഞ്ഞ 10 വർഷത്തിനിടെ ലഭിച്ച മഴയെ അടിസ്ഥാനമാക്കിയാണ് പഠനം നടത്തിയത്. 2012 വരൾച്ചയും കീടബാധയും ഊരുവെള്ളം കയറിയും ഏറ്റവും കൂടുതൽ കൃഷിനാശം ഉണ്ടായത്. 2014 മെയ് ജൂൺ മാസങ്ങളിലായി 697.4 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത്. അതേസമയം 2013 ഇത് 1093 മില്ലിമീറ്റർ മഴയായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തെ മഴയുടെ തോതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ വർഷം കാര്യമായ കുറവുണ്ടായിട്ടില്ലെങ്കിലും മുൻകരുതലുകൾ ആവശ്യമാണ്. മഴ താരതമ്യേന കുറവായതിനാൽ രണ്ടാം കൃഷി ചെയ്യുന്ന ചില പാടശേഖരങ്ങളിൽ പട്ടാളപ്പുഴു, കരിഞ്ചാഴി എന്നിവയുടെ ആക്രമണം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച പഠനം നടത്തിയത്. തുലാവർഷക്കാലത്ത് പ്രതീക്ഷിക്കുന്ന അളവിൽ മഴ ലഭിക്കുന്നില്ലെങ്കിൽ പുളിയിളക്കവും ഓരുവെള്ള ഭീഷണിയും ഉണ്ടാവാനിടയുണ്ട്. ഇത്തവണ രണ്ടാം കൃഷി ഇറക്കിയിട്ടില്ലാത്ത പാടശേഖരങ്ങളിൽ പുഞ്ചകൃഷി നേരത്തെയാക്കുന്നതടക്കമുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ക്ഷേത്രാനുഷ്ഠാന കലകളിൽ പ്രശസ്തനായിരുന്ന അമ്പലപ്പുഴ ചേരാവള്ളിക്കണ്ടം പരമേശ്വരക്കുറുപ്പിന്റെ നിര്യാണത്തിൽ കരുവാറ്റ ശ്രീദുർഗ കലാസമിതി യോഗം അനുശോചനം രേഖപ്പെടുത്തി. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2014-15 വർഷത്തെ വാർഷിക പദ്ധതിക്ക് ആലപ്പുഴ ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം നൽകി. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 6,52,16,447 രൂപ അടങ്കലുള്ള വാർഷിക പദ്ധതിക്കാണ് അംഗീകാരമായത്. ജനറൽ വിഭാഗത്തിൽ 50 പ്രോജക്ടുകൾക്കായി 3,92,28,447 രൂപയും 4 പ്രത്യേക ഘടക പദ്ധതികൾക്കായി 2,47,80,800 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 5 ലക്ഷം രൂപ വീതം പട്ടികവർഗ ഉപപദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 പ്രോജക്ടുകൾക്കും വകയിരുത്തിയതായി ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. പുന്നപ്ര നോർത്ത് പഞ്ചായത്തിൽ 11ാം വാർഡിൽ പട്ടികജാതി കുടുംബങ്ങളുടെ നടവഴി അടച്ചുകിട്ടിയ നടപടിയിൽ ഭാരതീയ ദ്രാവിഡ ഫോക്ലോർ അക്കാദമി സംസ്ഥാന കമ്മിറ്റി പ്രതിഷേധിച്ചു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ആലപ്പുഴ ജില്ലയിലെ പല ഭാഗത്തും പട്ടികജാതി വിഭാഗങ്ങളോടുള്ള അവഗണന നിലനിൽക്കുന്നു. ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കാത്ത സാഹചര്യത്തിൽ പട്ടികജാതി കമ്മീഷന് പരാതി നൽകിയതായും ഭാരവാഹികൾ അറിയിച്ചു. ചൊവ്വാഴ്ച കേന്ദ്ര റെയിൽവേ മന്ത്രി DV സദാനന്ദ ഗൌഡ റെയിൽ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ആലപ്പുഴയ്ക്ക് അവഗണനയുടെ ചൂളം വിളി. പാത ഇരട്ടിപ്പിക്കാൻ തുക അനുവദിച്ചത് ഏക ആശ്വാസമായി. പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചതിനാൽ റെയിൽവേ ബഡ്ജറ്റ് ആലപ്പുഴയ്ക്ക് അത്ര നിരാശയുണ്ടാക്കിയില്ല. പാത ഇരട്ടിപ്പിക്കലിനായി തുക അനുവദിച്ച നിരാശയുടെ തോത് കുറച്ചു. കഴിഞ്ഞ 2 UPA സർക്കാരുകൾ അവതരിപ്പിച്ച ബഡ്ജറ്റാണോ BJP അവതരിപ്പിക്കാൻ പോകുന്നതെന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത പ്രധാന വിഷയമാണ്. കാസർഗോഡ് വംശജനായ റെയിൽവേ മന്ത്രി അവിടേക്ക് ഒരു പുതിയ പാസഞ്ചർ അനുവദിച്ചത് മാത്രമാണ് മരുഭൂമിയിലെ നീരുറവ് പോലെ ഇടയ്ക്കു തെളിഞ്ഞു വന്നത്. അമ്പലപ്പുഴ ഹരിപ്പാട് പാത ഇരട്ടിപ്പിക്കലിന് 10 കോടി രൂപ അനുവദിച്ചത് ആലപ്പുഴ ജില്ലയ്ക്ക് അപ്രതീക്ഷിത നേട്ടമുണ്ടാക്കി. മാവേലിക്കര ചെങ്ങന്നൂർ പാത ഇരട്ടിപ്പിക്കലിന് 1.18 കോടി രൂപയും ചേപ്പാട് ഹരിപ്പാട് പാത ഇരട്ടിപ്പിക്കലിന് 1.22 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. പാത ഇരട്ടിപ്പിക്കലിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് നൽകുവാൻ സംസ്ഥാന സർക്കാർ ആത്മാർത്ഥത കാട്ടിയാൽ മാത്രമേ അനുവദിച്ച തുക കൊണ്ട് പ്രയോജനമുണ്ടാകൂ. കഴിഞ്ഞ ബഡ്ജറ്റും മാർച്ചിൽ അവതരിപ്പിച്ച ഇടക്കാല ബഡ്ജറ്റും ആലപ്പുഴ ജില്ലയ്ക്ക് നിരാശയാണ് സമ്മാനിച്ചതെന്നത് വാസ്തവം. ആലപ്പുഴയിലെ പ്രധാന റെയിൽവേ പദ്ധതികൾക്ക് ഈ ബഡ്ജറ്റുകളിൽ പരിഗണന കിട്ടിയില്ല എന്നതും മറ്റൊരു വസ്തുത. ചേർത്തല വാഗൺ ഫാക്ടറി, MC റോഡിന് സമാന്തരമായി ചെങ്ങന്നൂർ തിരുവനന്തപുരം പാത തുടങ്ങിയ വിഷയത്തെപ്പറ്റി ബഡ്ജറ്റിൽ യാതൊരു പരാമർശവും ഉണ്ടായിട്ടില്ല. ആലപ്പുഴ ജില്ലയിലെ റെയിൽവേ വികസനം പൂർത്തിയാകണമെങ്കിൽ പാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയാകേണ്ടതുണ്ട്. ഹരിപ്പാട്, അമ്പലപ്പുഴ, എറണാകുളം, തുറവൂർ ഭാഗങ്ങളിലെ പാത ഇരട്ടിപ്പിക്കൽ ഏതാണ്ട് സ്തംഭനാവസ്ഥയിലായിരിക്കുകയാണ്. ചേർത്തല ഓട്ടോകാസ്റ്റുമായി ചേർന്നുള്ള ബോഗി നിർമ്മാണ യൂണിറ്റിനു പകരം നിർദ്ദേശിച്ച വാഗൺ ഫാക്ടറി ഏറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നായിരുന്നു. എന്നാൽ പ്രാദേശിക എതിർപ്പുകൾ മറികടക്കുവാൻ സംസ്ഥാന സർക്കാരിന് ആയതുമില്ല. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ, ശബരിമല തീർത്ഥാടകർ വന്നുചേരുന്ന ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ, കായംകുളം ജംഗ്ഷൻ എന്നീ റെയിൽവേ സ്റ്റേഷനുകളിലെ യാത്രക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. വരുമാനമുണ്ടായിട്ടും ഈ സ്റ്റേഷനുകളിൽ ഓരോ ടിക്കറ്റ് കൌണ്ടർ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCV.
കോട്ടയം പള്ളത്തിനടുത്ത് ബോർമക്കവലയിൽ KSRTC സൂപ്പർഫാസ്റ്റും ടോറസും കൂട്ടിയിടിച്ച് 23ഓളം പേർക്ക് പരിക്ക്. ബുധനാഴ്ച രാവിലെ 11:30ഓടെയായിരുന്നു അപകടം. ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് പോകുന്ന സൂപ്പർഫാസ്റ്റും ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്ന ടോറസും തമ്മിൽ ബോർമക്കവലയ്ക്ക് സമയവും കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മൂലം ജലോത്സവം മുടങ്ങാതിരിക്കാൻ സമയോചിതമായ നടപടി സ്വീകരിച്ച റവന്യൂ മന്ത്രി അടൂർ പ്രകാശും ആലപ്പുഴ ജില്ലാ ഭരണകൂടവും അഭിനന്ദാർഹരാണെന്ന് കുട്ടനാട് പൈതൃക കേന്ദ്രം ചെയർമാൻ അഡ്വക്കേറ്റ് അനിൽ ബോസ് അഭിപ്രായപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. കുട്ടനാട്ടിലെ ഒന്നാം ഗ്രൂപ്പ് കള്ളുഷാപ്പുകൾ അടിയന്തരമായി തുറന്നു പ്രവർത്തിക്കാത്ത പക്ഷം ശക്തമായ സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് CITU ജില്ലാ കോർഡിനേഷൻ കൺവീനർ M. സുരേന്ദ്രൻ. കുട്ടനാടിന്റെ സാമൂഹിക സാംസ്കാരിക വികസന മണ്ഡലങ്ങളിൽ അക്ഷീണം പ്രയത്നിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ വള്ളംകളി പവലിയൻ വിഭാഗത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് പ്രതിഷേധാർഹമെന്ന് K. ഗോപകുമാർ. പരാധീനതകളുടെ നടുവിൽ ഒരു ആതുരാലയം. കാവാലം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് DYFI നേതൃത്വത്തിൽ മാർച്ചും ധർണയും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.